ഹലോ ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. ആദ്യം നമ്മൾ ഇതുപോലത്തെ ഒരു കുപ്പി എടുത്തു. പിന്നെ നമുക്ക് അത്യാവശ്യമെങ്കിൽ കത്രിക എടുത്തിട്ടുണ്ട്. ഇനി 4 കയ്യുറയാണ് എടുത്തിട്ടുള്ളത്, വിരലുറ. അപ്പോൾ ആ വിരലുറ 4 നമ്മൾ ആ കുപ്പിയുടെ 4 സൈഡിലും ഒട്ടിച്ച് വെച്ചു. വേറൊരു നെയിൽ പോളിഷിൻ്റെ കുപ്പി കൂടെ നമ്മൾ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു മുടിയുടെ ഭാഗമായിട്ട് നമ്മൾ കളറൊക്കെ അടിച്ചു കൊടുക്കുന്ന സ്പോഞ്ച്, ആ സ്പോഞ്ച് നമ്മൾ ഒരു ഹെയറിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത്, ഇതൊരു ഡോളാണ് ഉണ്ടാക്കുന്നത്, ആ ഡോളിൻ്റെ തലയിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി കളർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറച്ച് വൈറ്റ് കളറും കുറച്ച് റെഡും യെല്ലോയൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ ബോഡിയുടെ കളർ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കാണിച്ച ഹെയർ അതിലൊന്ന് നന്നായിട്ട് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാവയുടെ ബോഡിയും ഹെയറും ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ചെറിയൊരു ക്രാഫ്റ്റാണ്, അധികം നേരമൊന്നും വേണ്ട. വിരലുറി ഉണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് നല്ല വ്യത്യസ്തമായിട്ട് ചെയ്യാം. അപ്പോൾ ഹെയറിന് നമ്മൾ കളർ അടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ബോഡിയിലെ ഡ്രസ്സിൻ്റെ ഭാഗം ഒന്ന് കളർ അടിച്ചു കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ നീല കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാവ ഒരു നല്ലൊരു ഉടുപ്പൊക്കെ ഇട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ ചുണ്ടും കണ്ണുമൊക്കെ ഒന്ന് വരച്ച് കൊടുക്കണം. അത് നിങ്ങൾ മാർക്കർ പെൻ ഉപയോഗിച്ച് ചെയ്താൽ മതിയാകും. ഇനി നമുക്ക് ഇതിനൊരു കുഞ്ഞു തൊപ്പിയോടെ നമുക്കൊന്ന് കൊടുക്കാം. അപ്പോൾ ഒരു നീല കളറിലെ തുണി നമ്മൾ കൈ കൊണ്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നീല കളർ തുണി എടുത്തു, ഞൂറ് വിട്ടിട്ടിട്ട് റൗണ്ടിലൊന്ന് തയ്ച്ച് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇത് വളരെ ഈസിയായിട്ട് ചെയ്യുന്ന ക്രാഫ്റ്റാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാം. ഈ വീഡിയോ വളരെ ചെറുതാണ്, അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക. എൻ്റെ വീഡിയോ ഒക്കെ കാണാത്ത കൂട്ടുകാർ പതിപോലെ ഞാൻ വീണ്ടും പറയുകയാണ്, കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ ക്രാഫ്റ്റ് ഇഷ്ടമായെങ്കിൽ നിങ്ങളതിൻ്റെ കമൻസ് വഴി അറിയിക്കുക. അപ്പോൾ ഏറ്റവും ഈസിയായിട്ട് ചെയ്യാവുന്നൊരു പാവക്കുട്ടിയാണിത്. നിങ്ങളിതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. പഴയ തുണികളും കയ്യുറയൊക്കെ കളയാതെ സൂക്ഷിക്കുക. നമുക്ക് ഇനിയും നല്ല ക്രാഫ്റ്റുകൾ പുറകെ ഇടുന്നതായിരിക്കും. ഇതുവരെ നമ്മളൊരു തൊപ്പി ഉണ്ടാക്കിയെടുത്തു. ഇനി ഇത് പാവയുടെ മുകളിലൊന്ന് വെച്ച് കൊടുക്കാം. വ്യത്യസ്തമായിട്ടുള്ള കളർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ അടിച്ച കളർ തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. അപ്പം നമ്മൾ പാവയ്ക്കൊരു തൊപ്പിയും വെച്ച് കൊടുത്തു. ഇപ്പം നല്ല ഭംഗിയായിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ അതിൽ ഷൂ ഒക്കെ ഈ തൊപ്പി ചെയ്ത പോലെ തന്നെ ഷൂ ഒക്കെ ഇതുവരെ ചുരുക്കി തയ്ച്ച് ഇതിൻ്റെ കാലിലൊക്കെ വെച്ച് കൊടുത്താൽ ഒന്നുകൂടെ ഭംഗിയായിരിക്കും. ഇപ്പോൾ ഒരു കുഞ്ഞ് വാവ ഇരിക്കുന്നതായിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്രാഫ്റ്റ്. അപ്പം വിരലുറ ഒരു 4 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അടിപൊളി ക്രാഫ്റ്റുകൾ ഉണ്ടാക്കാം. അപ്പോൾ ഇനി ഇതിലും അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.